ഹായ് ഹലോ. നമ്മൾ സോഷ്യൽ പ്രോബ്ലം കൂടെ ആ ഒരു പാർട്ടും കൂടെ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. സോഷ്യൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലുള്ള ഒരുപാട് പ്രോബ്ലംസ് അല്ലേ, അതിന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ് നമ്മളിന്ന്. സോഷ്യൽ പ്രോബ്ലത്തിന് മൂന്നായിട്ട് പറയുകയാണെങ്കിൽ അത് ഫിസിക്കൽ, അമിലിയറേറ്റീവ് ആൻഡ് മോറൽ പ്രോബ്ലംസ്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം, അതായത് നമ്മൾ ഈ ഫുഡിൻ്റെത്, എർത്ത് കേക്ക്, പിന്നെ അങ്ങനെയൊക്കെ വരുന്നത്, അതായത് ഇമോഷണൽ ബേസ്ഡ് അല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെയാണ് ഫിസിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത്. അമിലിയറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിന് പറയുന്നത് എന്താ വെച്ചാൽ എഗ്രിമെൻറ്റ് ടു പ്രോബ്ലം, ഡിസഗ്രിമെൻറ്റ് ടു സൊല്യൂഷൻ എന്നാണ്. അതായത് പ്രോബ്ലം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ സൊല്യൂഷൻ അതെല്ലാവരും ഒരുമിച്ച് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ സൊല്യൂഷൻ വ്യത്യാസം, പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് തുടങ്ങിയ പ്രശ്നങ്ങൾ. ഇനി മോറൽ പ്രോബ്ലം എന്താണ്? അത് ഒരു മനുഷ്യർ തമ്മിലുള്ള, ചിലർക്ക് ശരിയായിട്ടുള്ള മൊറാലിറ്റി ബേസ് ചെയ്തിട്ട് ചിന്തിക്കുക, ചിലർക്ക് തെറ്റായിരിക്കും. ഇപ്പോൾ ആൽക്കഹോള്, ലിവ് ഇൻ റിലേഷൻഷിപ്പ്, അങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾ. അടുത്തതെന്ന് പറയുന്നത് ഈ സോഷ്യൽ പ്രോബ്ലത്തിൻ്റെ കാരണങ്ങളൊക്കെ എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. ഡിഫറെൻ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണല്ലേ സൊസൈറ്റിയിലുള്ളത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് സൊസൈറ്റിയിൽ പ്രോബ്ലം ഉണ്ടാവാം. ഇപ്പോൾ കാസ്റ്റ്, പൊളിറ്റിക്സ്, ഇതൊക്കെ എല്ലാവർക്കും വ്യത്യാസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാവാം. പിന്നെ സോഷ്യൽ ചേഞ്ച് സൊസൈറ്റിയിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെക്നോളജീൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അതൊരു അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന സോഷ്യൽ പ്രോബ്ലത്തിനൊക്കെ ഈ ടെക്നോളജി ഡെവലപ്മെൻറ്റ് കാരണമാവുന്നുണ്ട് അല്ലേ. മൈഗ്രേഷൻ ഉണ്ടാവാം. അങ്ങനെ സോഷ്യൽ ചേഞ്ച് കാരണം സോഷ്യൽ പ്രോബ്ലം. പിന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള അവെയർനെസ്, മുമ്പൊക്കെ നമ്മൾ സിമ്പിളായിട്ട് കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്ത് അതിന് കാരണം കണ്ടെത്തി, അല്ലെങ്കിൽ അതിന് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എൻ്റെ മൈൻഡിൽ തോന്നിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ കൂടുതൽ റിസർച്ചിലൂടെ കണ്ടെത്തിയത് അല്ലേ. പണ്ടൊന്നും ഇത് ഇങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് അറിയാത്തൊരു കാര്യമായിരുന്നു അല്ലേ. അങ്ങനെ സയൻറ്റിഫിക് അവെയർനെസ് ഇത് സോഷ്യൽ പ്രോബ്ലത്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സൊസൈറ്റിയിലുള്ള പ്രോബ്ലം ബേസ് എന്ന് പറയുന്നത്. ഇനി ഓരോ പ്രോബ്ലംസോ കൺസെപ്റ്റോ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ജോലിയില്ലാത്ത അവസ്ഥ അല്ലേ, തൊഴിലില്ലായ്മ. വില്ലിങ്നെസ് ടു വർക്ക്, നോട്ട് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഏൺ സാലറി. നമുക്ക് വർക്ക് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആയിട്ട് കൂടെ നമുക്കൊരു എംപ്ലോയ്മെൻ്റ് ഇല്ലാത്ത, സാലറി ഏൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന് അല്ലെങ്കിൽ കോഴ്സ് അല്ലെങ്കിൽ ടൈപ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട് അൺഎംപ്ലോയ്മെൻറ്റിൽ, ഇത് ജസ്റ്റ് നിങ്ങളിങ്ങനെ മനസ്സിലാക്കി പോകാനേ പറ്റുള്ളൂ കേട്ടോ. ഇതിൽ നിന്നും എനിക്ക് തോന്നുന്നു ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് റിലവൻ്റ് ഈ റീസെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി വെക്കുക ഈ സോഷ്യൽ പ്രോബ്ലമായിട്ട്. ഇപ്പോൾ കറണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഒന്നുകിൽ ചോദ്യം ഉണ്ടാവുക അധികം, അതല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ, തൊട്ടുകൂടായ്മ നിരോധിച്ച ആർട്ടിക്കിൾ ഏതാണ് നമ്മുടെ ഭരണഘടനയിലെ? ആർട്ടിക്കിൾ 17. പിന്നെ ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ നിയമം ഏതാണെന്ന് വെച്ചാൽ പോക്സോ നിലവിൽ വന്നത്, അങ്ങനെയൊക്കെ ഒന്ന് റിലേറ്റഡ് ആയിട്ടും കൂടെ ഈ ഒരു വിഷയം, ഈ ഒരു പാർട്ടിനെ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഇത് നമ്മൾ ഈ സിലബസ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഉണ്ട്. അത് സെർട്ടൈൻ സിറ്റീസിലൊക്കെ നമ്മൾ കാണാം. ചില സീസണൽ ചേഞ്ച് വരുന്നതിനനുസരിച്ചൊക്കെ, ഇപ്പോൾ ഇങ്ങനെ മഞ്ഞ് വീഴ്ച അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മനുഷ്യർക്ക് ജോലി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ സീസണലായിട്ടേ നമുക്ക് ജോലി ഉണ്ടാവും. ചില ജോലികൾ ചില സമയത്ത് നിർത്തിവെക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ സീസണലായിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് അഗ്രികൾച്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. അതെങ്ങനെയാണ്? കൃഷീൻ്റെ ഒരു നാച്ചർ അനുസരിച്ചാണ്, സീസണലി ആണത്. വിളവ് ഇറക്കുകാലം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു സീസൺ ഉണ്ട് അല്ലേ അഗ്രികൾച്ചറൽ ഒരു ഇതിന്. അപ്പോൾ അങ്ങനെയുള്ള നാച്ചുറലുള്ളൊരു അൺഎംപ്ലോയ്മെൻറ്റാണ് അഗ്രികൾച്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. പിന്നെ വ്യവസായവൽക്കരിക്കപ്പെടുന്നതോടും കൂടി അല്ലേ, വ്യവസായം കൂടുന്നതോടും കൂടിയിട്ടും അഗ്രികൾച്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അടുത്തത് സൈക്ലിക് അൺഎംപ്ലോയ്മെൻറ്റ്. അതെങ്ങനെയാണ്? നമ്മളെ വ്യാപാരത്തിലും ബിസിനസ്സിലും ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച്
ഉണ്ടാവുന്ന ഒരു തൊഴിലില്ലായ്മയാണ് സൈക്ലിക് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്? ലാക്ക് ഓഫ് ഗ്രോത്ത് ഇൻ ഇൻഡസ്ട്രി, ഇൻക്രീസ്ഡ് മൈഗ്രേഷൻ, ഇതൊക്കെ കാരണം ഉണ്ടാവുന്ന തൊഴിലില്ലായ്മ. പിന്നെ ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്താ? അത് ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ വരുന്നതോടുകൂടി ജോലി നഷ്ടമാവുന്നില്ലേ, അത് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. പിന്നെ എഡ്യൂക്കേഷൻ അൺഎംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്കില്ലില്ലാത്തതിൻ്റെ കാരണം തൊഴിലില്ലായ്മ വരുന്നത് അല്ലേ. അപ്പോൾ ഇത്രയാണ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു ടൈപ്സ് എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യൽ പ്രോബ്ലം ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അറിയാമല്ലോ അല്ലേ, മെയിൽ ഫീമെയിൽ ഒരു വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് അല്ലേ. അത് പോവേർട്ടി ആവാം കാരണം. പോവേർട്ടി എന്താ? മാൻ ഓഫ് ദ ഹൗസ് ആണ് ലുക്കപ്പ് അല്ലെങ്കിൽ ലുക്കപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏൺ ഫോർ ദ ഫാമിലി എന്നൊക്കെ ഉള്ളതുണ്ട് അല്ലേ. അപ്പോൾ ഈ പോവേർട്ടി, വിമൻ, ഇന്ത്യയിലുള്ള വിമൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ആക്സസ് ടു എക്കണോമിക് റിസോഴ്സ്, അതായത് സാമ്പത്തികപരമായ കാര്യങ്ങൾക്കൊക്കെ ആക്സസ് കുറവായിരിക്കും സ്ത്രീകൾക്ക്. ക്രെഡിറ്റ്, കടം കിട്ടുക, ലാൻഡ് ഓണർഷിപ്പ്, ഇൻഹെറിറ്റൻസ് അല്ലേ, അങ്ങനെയൊക്കെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ കുറവായിരിക്കും. അപ്പോൾ പോവേർട്ടി എന്ന് പറയുന്നത് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷന് കാരണമാവുന്നുണ്ട്. പിന്നെ ഇല്ലിറ്ററസി, ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫാമിലിയിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഇപ്പോൾ ഉള്ളതല്ല കേട്ടോ, ഇതിൻ്റെയൊക്കെ ഒരു മൂല കാരണം അവർ പറഞ്ഞു വെക്കുകയാണ്. ഇല്ലിറ്ററസി, ഗേൾ ഇൻ അവർ ഫാമിലി അല്ലെങ്കിൽ കൺട്രി എന്ന് പറയുന്നത് ഡിനൈഡ് എ ചാൻസ് ഇൻ ലേണിംഗ് അവർ ഹെൽപ്പിംഗ് അറ്റ് ഹോം അല്ലേ. ഒരു വെൽ എഡ്യൂക്കേറ്റഡ് വെൽ റീഡ് സ്ത്രീ എൻഷുർ ചെയ്യാൻ പറ്റും, എല്ലാവരെയും നോക്കാൻ പറ്റും, അവർക്ക് ഒരു ലിറ്ററേറ്റ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ജോലി കിട്ടിയാൽ. അത് നമ്മളെ പക്ഷേ പഠിപ്പിക്കുന്നില്ല. ഇനി പാട്രിയാർക്കിയൽ സെറ്റപ്പ്, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ഒരു പാട്രിയാർക്കിയൽ, അച്ഛൻ വഴി മകൻ വഴി അങ്ങനെ പോകുന്നൊരു സെറ്റപ്പ് അല്ലേ, അതും ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ്റെ കാരണമാണ്. പിന്നെ ലാക്ക് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റി, പിന്നെ നോർമലി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഹോം ബേസ്ഡ് ആക്ടിവിറ്റീസാണ് കൂടുതൽ സമയം ചിലവാക്കാനാവുന്നുള്ളൂ, ആ ഒരു സെറ്റപ്പിലാണുള്ളത് അല്ലേ. പിന്നെ എന്താ ഉള്ളത്? സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ബിലീഫ്, മെൻ ആർ മോർ സ്ട്രോങ്ങർ എന്നുള്ള അല്ലേ. ജെൻഡർ പ്രൊട്ടക്റ്റ് ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രോങ് ജെൻഡർ എന്ന് പറയുന്ന മെന്നാണ് എന്നൊക്കെയുള്ളൊരു രീതി, ഒരു കൾച്ചറൽ ബിലീഫ് അല്ലേ. ഇതൊക്കെ കൊണ്ടും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നുണ്ട്. അടുത്ത ഒരു സോഷ്യൽ പ്രോബ്ലമാണ് ഡെലിക്വൻസി എന്ന് പറയുന്നത്. ഡെലിക്വൻസി എന്ന് പറഞ്ഞാൽ യങ് പേഴ്സൺ ക്രിമിനൽ ബിഹേവിയർ കാണിക്കുക, അല്ലെങ്കിൽ ക്രൈം കണ്ടക്ട് ചെയ്യുക, മിസ്കണ്ടക്ട്, അങ്ങനെ ഒരു വയലേഷൻ ഓഫ് ലോ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഡെലിക്വൻസി എന്ന് പറയുന്നത്. ജുവനൈൽ ഡെലിക്വൻ എന്ന് പറഞ്ഞാൽ എന്താ? 18 വയസ്സിന് താഴെയുള്ള, നമ്മൾ ഈ റണ്ണിങ് അവേ ഫ്രം സ്കൂൾ അല്ലെങ്കിൽ ഹോം അങ്ങനെയൊക്കെ പറയാണ്ട് പോയി കളയുന്നതും, പിന്നെ പുവറായിട്ടുള്ള അക്കാഡമിക് റെക്കോർഡ്, വൾഗറായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക, സെക്ഷൽ ബിഹേവിയർ കാണിക്കുക, അങ്ങനെയൊക്കെയുള്ളതാണ് ഡെലിക്വൻ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഘടകങ്ങൾ എന്ന് പറയുന്നത് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ഘടകമാണ് അല്ലേ. ലോ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടാത്തതും ഒക്കെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഡെലിക്വൻ്റ് എന്ന് പറയുന്നൊരു ബിഹേവിയറിലേക്ക് നമ്മൾ പോകാനുള്ളൊരു കാരണമാണ് അല്ലേ. ഒരു അഗ്രസീവായിട്ടുള്ള നേച്ചർ ഫാക്റ്റ് ഡെലിക്വൻസിയിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊരു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ഫാക്ടർ ആവാം. പിന്നെ ഫാമിലി ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ ഒരു ആൾക്ക്. ഒരു പാരൻ്റൽ സൂപ്പർവിഷൻ ഇല്ലാത്തത്, അല്ലെങ്കിൽ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ളത്, പിന്നെ നെഗ്ലക്റ്റ് ആയിട്ട് അല്ലേ അവഗണിക്കപ്പെട്ട ആളുകൾ, അബ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഡെലിക്വൻ്റ് ആവാനുള്ളൊരു സാധ്യത നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. പിന്നെ ഉള്ളത് സബ്സ്റ്റൻസ് അബ്യൂസ് ഫാക്ടറാണ്. അതായത് ഡ്രഗ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ തുടങ്ങിയ അഡിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊരു ബിഹേവിയറിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പിയർ പ്രഷർ, അതായത് പിയർ ഗ്രൂപ്പ്, ഒരേ വയസ്സിലുള്ള ആളുകളുമായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും അങ്ങനെ ചെയ്യും അല്ലേ, അങ്ങനെ ഒരു ടെൻഡൻസി വരും. അതും ഇങ്ങനെ ഒരു ഡെലിക്വൻസിയിലേക്ക് ലീഡ് ചെയ്യുന്നൊരു ഇതാണ്. പിന്നെ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സൊക്കെ ഒരാളുടെ ക്യാരക്ടർ ഡെലിക്വൻ്റ് ആ ഒരു രീതിയിലേക്ക് ആവുന്നതിന് കാരണമാവുന്നുണ്ട്. ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നെസസിറ്റി, അത്യാവശ്യം, അർജൻറ്റായിട്ടുള്ള നീഡ്സ്, വിത്തൗട്ട് ഗിവിങ് എ സെക്കൻഡ് തോട്ട്, നമ്മളൊരു രണ്ടാമത് ചിന്തിക്കാണ്ട് പെട്ടെന്ന് നമ്മൾ ആവശ്യം കഴിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ, അതാണ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡെലിക്വൻസി എന്നുള്ളതിൻ്റെ ഫാക്ടേഴ്സാണ് കേട്ടോ. പിന്നെയുള്ള പ്രോബ്ലം ക്രൈം അഗെയിൻസ്റ്റ് എൽഡർ, വിമൻ, ചൈൽഡ്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ചൈൽഡ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ?
കുഞ്ഞു കുട്ടികൾ അബ്യൂസ് ചെയ്യുന്നത് അല്ലേ, അത് 4 ടൈപ്സ് ഉണ്ട്. ഫിസിക്കൽ അബ്യൂസ് ആവാം, ഇമോഷണൽ അബ്യൂസ് ആവാം. ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ ഇൻസൾട്ടൊക്കെ ചെയ്യുന്ന ഇമോഷണൽ അബ്യൂസാണ്. നെഗ്ലക്റ്റ്, അവഗണിക്കുന്നത്, അതായത് ഒരു കൃത്യമായ കെയർ, ഒരു സ്നേഹം, ലവ് അങ്ങനെയൊന്നും കൊടുക്കാണ്ടിരിക്കുക. പിന്നെ ഫുഡ്, ക്ലോത്തിങ് ഒന്നും കൊടുക്കാണ്ട് നെഗ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ അത് ഒരു നെഗ്ലക്റ്റ് എന്നുള്ളൊരു ടൈപ്പാണ്. പിന്നെ സെക്ഷൽ അബ്യൂസ് നോർമലി നമ്മൾ പറയുന്നത്. അതിൻ്റെ ഈ കോസ് അല്ലെങ്കിൽ ഒരു റൂട്ട് അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് എന്താ, ഡൊമസ്റ്റിക് ആവാം അല്ലേ. ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ ഹോം എൻവിയോൺമെൻറ്റ് നല്ലതായാലേ ഉള്ളൂ കുഞ്ഞുങ്ങൾ അബ്യൂസ് ഇല്ലാണ്ട് ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെ ആൽക്കഹോൾ, ഡ്രഗ് ആയിട്ടുള്ള പാരൻസ്, അതല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡർ ആയിട്ടുള്ള പാരൻസ്, പിന്നെ പോവേർട്ടി പോലത്തെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ എന്താണ് ചൈൽഡ് അബ്യൂസിലേക്ക് ഉള്ള കാരണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതേ രീതിയിൽ തന്നെയാണ് എൽഡേഴ്സിൻ്റെ കാര്യത്തിലും. ഫിസിക്കൽ അബ്യൂസ്, ചവിട്ടുകയും കുത്തുകയൊക്കെ ചെയ്യുന്നത്, മെൻ്റൽ അബ്യൂസ് ചെയ്യുന്നത്, ഹ്യൂമിലേറ്റ് ചെയ്യുക അല്ലേ. പിന്നെ ഫിനാൻഷ്യൽ, അവരെ അസറ്റൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി നോക്കുക, അവരെ കെയർ ചെയ്യാണ്ട് നെഗ്ലക്റ്റ് ചെയ്യുക, സെക്ഷൽ അബ്യൂസ്. പിന്നെ വിമൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ചൈൽഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ലോയാണ് പോക്സോ ആക്ട്. പിന്നെ വിമൻ്റെ കാര്യത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്. ഡൗറി എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്, അത് വേറെ തന്നെ ഒരു പ്രോബ്ലമാണ്. ഡൗറി ആക്ട് ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വിമൻ്റെ കാര്യത്തിലും മെൻ്റൽ, ഫിസിക്കൽ, സെക്ഷൽ, ഫിനാൻഷ്യൽ അബ്യൂസുകളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് സോഷ്യൽ പ്രോബ്ലംസ് ഉള്ളത്, ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റീസെൻ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ഇങ്ങനെ ഈ കൺസെപ്റ്റ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള ഇതായിട്ട് നോക്കേണ്ടി വരും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു കേട്ടോ.